Hi friends, welcome to Michoos world. വീഡിയോ ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഇതേപോലെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർലിക്സിനും ബൂസ്റ്റിനും അതുപോലെ ബോൺവിറ്റൊക്കെ പകരമായി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈന്തപ്പഴപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈന്തപ്പഴപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ എത്രയാണോ ഈന്തപ്പഴം ഉള്ളത് അപ്പോൾ അത്രയും എടുത്തിട്ട് നല്ല വൃത്തിയായി കഴുകിയെടുക്കുക. ഇതിന് ഇന്ന ടൈപ്പ് ഈന്തപ്പഴം വേണം അങ്ങനെയൊന്നുമില്ല, ഏത് ടൈപ്പ് എടുത്താലും നമുക്ക് കുഴപ്പമില്ല. ഒരു 2-3 വട്ടം ഇതേപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം കുരുക്ക് കളഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുരു പോലും പെടരുത്. അപ്പോൾ നമ്മൾ പൊടിക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ എല്ലാ ഈത്തപ്പഴത്തിൻ്റെയും കുരൊക്കെ കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പരന്ന പ്ലേറ്റിലോട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഈന്തപ്പഴപ്പൊടി നമുക്ക് 2 വിധത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഓവനിൽ വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണക്കിയെടുക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മളൊരു 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഇത് ഉണക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുമ്പോൾ തന്നെ നന്നായി പൊടിഞ്ഞ് കിട്ടും. ഇനി മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുത്തിട്ട് ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. അങ്ങനെ ഈന്തപ്പഴപ്പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല ഫൈനായി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കുരു പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിക്കും കേടാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, ഒരു ബൂസ്റ്റ് ബോൺവിറ്റ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് പാല് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഒരു ബൂസ്റ്റോ ബോൺവിറ്റോ എന്നൊക്കെ വിചാരിച്ച് കുടിച്ചോളൂ, നമുക്ക് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ഗുണം നമുക്കറിയാമല്ലോ, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും അതുപോലെ ബ്ലഡ് വർദ്ധിക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ കുട്ടികൾക്ക് പാല് കലക്കി കൊടുക്കാൻ മാത്രമല്ല, നമുക്ക് മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഡെസേർട്ടിൻ്റെ കൂടെയൊക്കെ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഹോർലിക്സും ബൂസ്റ്റൊക്കെ കട്ടാവുന്നത് പോലെ ഇതും തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഇനി ഈന്തപ്പഴപ്പൊടി ഉപയോഗിച്ചിട്ട് ഞാനൊരു മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി 1 സ്പൂൺ ഈന്തപ്പഴപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈന്തപ്പഴപ്പൊടി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.